ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. സോ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്ന ഒരു വിശേഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാറ്റഗറി നമ്പർ 436/2024 PWD ലൈൻമാൻ തസ്തികയിലേക്ക് ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിലവിലത് ഗസറ്റ് വിജ്ഞാപനം ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ PSC പ്രൊഫൈലിൽ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല. മിക്കവാറും ഇന്ന് അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ PSC പ്രൊഫൈലിലും ഇത് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും കേട്ടോ. യെസ്, നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയാലോ. അപ്പോൾ ഈ രീതിയിലാണ് നിലവിൽ ഗസറ്റ് വിജ്ഞാപനം വന്നിട്ടുള്ളത്. കാറ്റഗറി നമ്പർ 436/2024. ഡിപ്പാർട്ട്മെൻറ്റ് PWD പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക്കൽ വിങ് ലൈൻമാൻ ആണ് തസ്തിക. ദെൻ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 26,500 മുതൽ 60,700 വരെ. ഈ ഒരു വിജ്ഞാപനം വന്നിട്ടുള്ളത് ഡിസ്ട്രിക്റ്റ് വൈസ് ആണ് കേട്ടോ, സ്റ്റേറ്റ് വൈഡ് അല്ല. ഡിസ്ട്രിക്റ്റ് വൈസ് ആയിട്ടുള്ള വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പത്തനംതിട്ടയിൽ 3 വേക്കൻസി, കാസർഗോഡ് 1, വയനാട് 3 എന്നുള്ള രീതിയിലാണ് നിലവിൽ വേക്കൻസികളുള്ളത്. അത് ഇൻക്രീസ് ആയേക്കാം. കുറേയൊക്കെ NJDs പോകുന്ന തസ്തികകളാണ് ലൈൻമാൻ, അതേപോലെ ഇലക്ട്രീഷ്യൻ, ഓവർസിയർ ഗ്രേഡ് 2, 3 അതൊക്കെ അല്ലേ. യെസ്, അപ്പോൾ ആ രീതിയിൽ നിലവിലെ വേക്കൻസികൾ നോക്കിയിട്ടൊന്നും നിങ്ങൾ പഠനം ആരംഭിക്കാതിരിക്കുകയോ ചെയ്യരുത്. നിർബന്ധമായിട്ടും നിങ്ങൾക്ക് നിലവിൽ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. യെസ്, നിലവിൽ ഒരു ITIക്കാരെ സംബന്ധിച്ചിടത്തോളമൊക്കെ അവർക്ക് മിക്കവാറും ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ ലൈൻമാൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ, ഓവർസിയർ ഗ്രേഡ് 2 പോലെയുള്ള പരീക്ഷകൾക്ക് വരാറുണ്ട്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദെൻ അതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം നമുക്ക്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് 19 മുതൽ 36 വരെയാണ്. ദെൻ ഏജ് റിലാക്സേഷൻ അതത് കാറ്റഗറിക്കാർക്ക് ഉണ്ടാവും. ദെൻ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ മിനിമം ജനറൽ ക്വാളിഫിക്കേഷൻ ഓഫ് SLC സ്റ്റാൻഡേർഡ്. സോ 10ാം തരം എന്നുള്ളതാണ് മിനിമം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഉണ്ടോ, 10ാം തരത്തിൻ്റെ കൂടെ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആഫ്റ്റർ ഹാവിംഗ് അണ്ടർഗോൺ എ കോഴ്സ് ഓഫ് സ്റ്റഡി ഓഫ് നോട്ട് ലെസ് ദാൻ 1 year ഫ്രം എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെൻറ്. ക്വാളിഫിക്കേഷൻ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആർ സ്പെസിഫൈഡ് അണ്ടർ നോട്ട് 1 ബിലോ. ഓക്കെ, സോ സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരിക്കണം. 1 വർഷത്തെ കോഴ്സ് മിനിമം കേട്ടോ. നോട്ട് ലെസ് ദാൻ 1 year ഫ്രം എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെൻറ്. 1 വർഷത്തിൽ കുറയാൻ പാടില്ല. 1 വർഷത്തിൽ കുറയാത്ത ഒരു ബിരുദമുണ്ടായിരിക്കണം. ഓക്കെ, ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ സിറ്റി ആൻഡ് ഗിൽഡ് എക്സാമിനേഷൻ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ലണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ AC ഓഫ് ദി ഇൻ്റർമീഡിയറ്റ് ഗ്രേഡ്, ദെൻ MGTE ഓർ KGTE സർട്ടിഫിക്കറ്റ് ഹയർ ഇൻ ഇലക്ട്രിക്കൽ ലൈറ്റ് ആൻഡ് പവർ, അല്ലെങ്കിൽ ഗ്രേഡ് 3 സർട്ടിഫിക്കറ്റ് ആസ് ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ലൈൻമാൻ ഫ്രം വാർ ടെക്നിക്കൽ ട്രെയിനിങ് സെൻറ്റർ. ഇനി ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നിരവധി ക്വാളിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. യെസ്, ഇതാണ് ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദി ഫോളോയിങ് ഈസ് ദി ലിസ്റ്റ് ഓഫ് ക്വാളിഫിക്കേഷൻ വേർ accepted as equivalent or higher qualification in the previous selection. അപ്പോൾ ലൈൻമാൻ PWDക്ക് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിന് തത്തുല്യമോ അതിൽ കൂടുതലോ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനായിട്ട് അവർ കരുതുന്നത് ITI അല്ലെങ്കിൽ ITC വയർമാൻ, ITI അല്ലെങ്കിൽ ITC ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്, NAC സർട്ടിഫിക്കറ്റ് ഇലക്ട്രീഷ്യൻ, KGCE സർട്ടിഫിക്കറ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, KGCE ഇലക്ട്രിക്കൽ, NTC ഇലക്ട്രിക്കൽ, NTC വയർമാൻ, NTC ഇൻഡസ്ട്രിയൽ ഇലക്ട്രീഷ്യൻ. കഴിഞ്ഞില്ല, ഇനിയുമുണ്ട് ഇഷ്ടം പോലെ. NTC ഇലക്ട്രീഷ്യൻ, SCVT ഇലക്ട്രീഷ്യൻ, NCVT ഇലക്ട്രിക്കൽ, പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രോണിക്സ്. ദെൻ ഇതാ ഇങ്ങനെ വന്ന് പിന്നെ BTech ഉണ്ട്, MTech ഉണ്ട്, MIE സെക്ഷൻ A and B ഉണ്ട്. അങ്ങനെ ഇത്രത്തോളം ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് തത്വത്തിൽ ഇത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിച്ചിറങ്ങിയ ഏതൊരു ഉദ്യോഗാർത്ഥിക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു എക്സാമായിട്ട് കൺസിഡർ ചെയ്യാം. നിങ്ങളുടെ PSC പ്രൊഫൈലിൽ ഇത് മിക്കവാറും 1-2 ദിവസങ്ങൾക്കുള്ളിൽ റിഫ്ലക്റ്റ് ആവുന്നതായിരിക്കും, നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ വരുന്നതായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പോയിട്ട് അത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ വരുന്ന ടോപ്പിക്കുകൾ, അതിൽ വരുന്ന സബ്ജക്റ്റുകൾ മൊത്തം നിങ്ങൾക്കൊരു ഇലക്ട്രീഷ്യൻ ലെവൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ്. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. ഇതേപോലെ ഞാനിങ്ങനെ ഓരോ വീഡിയോസായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. യെസ്, അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷകളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ക്ലാസ്സുകളും
എക്സാം ടിപ്പുകളൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്